അതുപോലെ രക്തം കൈമാറുന്നത്, രക്തം കയറ്റിയത് കൊണ്ട് രോഗി രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുക. സത്യം എന്താണ്? മരിക്കേണ്ട രീതിയിൽ പരിക്ക് പറ്റുന്നവർ, ബ്ലീഡിംഗ് ഉണ്ടാവുന്നവർ മരിക്കുക തന്നെ ചെയ്യും. മരിക്കാൻ പാടില്ലാത്തവർ കൂടെ രക്തം കൊടുത്താൽ മരിക്കും. ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ലോകമൊട്ടാകെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. രക്തം കൈമാറുമ്പോൾ അനാഫൈലാറ്റിക് ഷോക്ക് ഉണ്ടായി ആൾ മരിക്കാം, കാർഡിയോവാസ്കുലർ കൊളാപ്സ് ഉണ്ടാകാം, ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു പോകാം. 1995 രക്തം കയറ്റിയത് കൊണ്ട് മാത്രമുണ്ടായ 24 മരണങ്ങളെക്കുറിച്ചുള്ള പരാതി അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് കിട്ടിയിരുന്നു എന്ന് ആ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. HIV-ക്കും എയ്ഡ്സിനും കാരണമായിട്ട് രക്തമാറ്റം എന്നതിനെ ഈ പുസ്തകം സംശയിക്കുന്നുണ്ട്. മോശം രക്തം കയറിയതുകൊണ്ടല്ല, നല്ല രക്തമാണെങ്കിൽ പോലും മറ്റൊരാളുടെ രക്തവും നമ്മുടെ ശരീരത്തിന് യോജിക്കില്ല. നമ്മുടെ രക്തത്തിലേക്ക് മറ്റൊരു സാധനവും കടക്കാൻ പാടില്ല. ആ നിയമത്തെ ലംഘിച്ച് മറ്റൊരാളുടെ രക്തത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തുമ്പോൾ നമ്മുടെ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും അതിനെ ശത്രുവായി കാണുകയും ഫോറിൻ ബോഡിയായി കണ്ട് അതുമായി യുദ്ധം ചെയ്യുകയും അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൽ നമ്മുടെ ശരീരം വിജയിച്ചാൽ കഷ്ടിച്ച് രക്ഷപ്പെടും. ഇല്ല, ഫോറിൻ ബോഡി ആധിപത്യം ചെലുത്തിയാൽ അത് നമ്മുടെ അന്ത്യമായി തീരുകയും ചെയ്യും, ആരോഗ്യത്തിന്റെ തകർച്ചയാകുകയും ചെയ്യും. നമ്മുടെ ധാരണ ആശുപത്രിയിൽ സമയത്തെത്തിച്ച് രക്തം കയറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ പരിക്കിനെയും രക്തം കയറ്റിയതിൻ്റെ ആപത്തിനെയും പിടിച്ചു നിൽക്കാൻ, ചെറുത്തു നിൽക്കാൻ കഴിയുന്നവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. രക്തം കയറ്റിയത് കൊണ്ട് മാത്രം ചത്തുപോകുന്നവരുണ്ട്. പക്ഷെ അതും പരിക്കിൻ്റെതാണെന്ന് കരുതുന്ന നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ചികിത്സ എന്നുള്ള ഭാഗത്ത് അനാചാരമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. റോഡപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാൾക്ക് ആ പരിക്കിനെ മുഴുവൻ ഇല്ലാതാക്കി തരുന്ന അത്ഭുതകരമായ ഒരു മരുന്ന്, ഒരു മാന്ത്രിക വിദ്യയും ആശുപത്രിയിലോ ഡോക്ടർമാർക്കോ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പരിക്ക് ചോര ഒലിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താം, ഒടിഞ്ഞ എല്ലുകളെല്ലാം നേരെയാക്കാം. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് നിർത്താൻ സർജറി ആവാം. ഇതിനപ്പുറത്തും ഇപ്പുറത്തും യാതൊരു തരത്തിലുള്ള ഇടപെടലിനും മരുന്നുകൾക്ക് സാധ്യതയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ശരീരം തന്നെ തിരുത്തിയേ മതിയാകൂ. ശരീരത്തിന് തന്നെയല്ലാതെ ഈ ദുരവസ്ഥയിൽ നിന്ന് കയറിപ്പോരാൻ മറ്റു വഴികളില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.